എനിക്കൊന്ന് ഖുർആൻ ഓദിത്താ, നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് എനിക്ക് കേൾക്കണം റബിയ. പടച്ചവനെ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. മനോഹരമായ ശബ്ദത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. ഇങ്ങനെ മൈമൂന കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്ത് എത്തുമ്പോ റബിയയുടെ ശബ്ദമിടറുകയാണ്, കന്തടങ്ങൾ നിറയുകയാണ്, ഓതാൻ പറ്റുന്നില്ല. മൈമൂനയുടെ കണ്ണ് നിറയുകയാണ്, രണ്ടുപേരും കരയുകയാണ്. ഖുർആൻ ഓതാ റബിയാന് കഴിയുന്നില്ല. മൈമൂന പറയുന്നു, ഓത് റബിയ, ആ ആയത്ത് ഒന്നുകൂടെ ഓത് റബിയ. റബിയാന് കഴിയുന്നില്ല. മൈമൂന പറഞ്ഞു ഓതാര് ഇന്നലദൈനാ അൻകാലം വജഹീമാ. രണ്ടുപേരും പിടഞ്ഞു താഴെ വീണടോ. സീരിയൽ കണ്ടിട്ടല്ല, സിനിമ കണ്ടിട്ടല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തോതിയപ്പോ മൈമൂന താഴെ വീണോ, റബിയ താഴെ വീണോ. രണ്ടുപേരും താഴെ കിടന്ന് പിടയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. മൈമൂന പറയുന്നു, റബിയ ഒന്നുകൂടെ ഒന്ന് ഓതുവോ റബിയ, ഒന്നുകൂടെ ഒന്ന് ഓത് റബിയ. എന്റെ സ്വർഗത്തിലെ പുതിയ ആപ്പിളയല്ലേ, എനിക്കൊന്ന് കേൾക്കണം റബിയ. മൈമൂന കടന്ന് യാചിക്കുമ്പോ റബിയ മൂന്നാമത് ഓതുകയാണ് ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ. അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തങ്ങ് ഓതുമ്പോ പിടഞ്ഞ് താഴെ വീഴുകയാ. അവിടുന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും. റബിയോട് സലാം പറയുകയാണ്, റബിയോട് സലാം പറയുകയാണ്. അവിടെ കിടന്ന് പിടഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മൈമൂന ലോകത്തോട് യാത്ര പറയുകയാ. പെങ്ങളെ, സീരിയല് കണ്ടിട്ടല്ല കരയേണ്ടത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരയണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരയണേ. അല്ലാതെ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും തീർക്കാനുള്ള ജീവിതം, ഉസ്താദേ ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് പറയുന്നവരുണ്ടല്ലോ, അധികമായി രസിക്കുന്നവരുണ്ടല്ലോ, അധികമായിട്ട് ആസ്വദിക്കുന്നവരുണ്ടല്ലോ, ചിരിക്കുന്ന മുഖവുമായി നടക്കുന്നവരുണ്ടല്ലോ. മോനെ, കുല്ലു മുംരിഇൻ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് മുസ്ലിമേ, നിബിധങ്ങൾ പറയുകയാ, നിർത്തുകയാ ഉമ്മ. സീരിയല് കണ്ട് കരയുന്ന ഉമ്മയ്ക്ക് പറയാ പഠിക്കാനൊന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരിക്കൽ നിബിധങ്ങളുടെ സ്വഹാബത്തിന്റെ മുമ്പിൽ വന്നോ, സഹാബികൾ ഖുർആൻ ഓതുകയാണ്. നിബിധങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓദിത്താ സഹാബ. ഏത് സൂറത്തോദണം നബിയേ, ഏത് സൂറത്തോദണം നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ. സ്വഹാബി ഓതുമ്പോ നിബിധങ്ങൾ കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുകയാണ്. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചു, സഹാബാ
നിങ്ങൾ ആരും കരയാത്തതെന്തേ സഹാബ? കരച്ചിൽ വരുന്നില്ല നബിയേ, കരയാൻ പറ്റുന്നില്ല നബിയേ. ഓത് സഹാബ. രണ്ടാമത് മോദി നബി തങ്ങളെ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്തു കൂടെ കരഞ്ഞോ. ഓതി കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബ കരയണം സഹാബ. ഈ സൂറത്ത് ഓതുമ്പോ കരയണം. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാ, ഇത് ഓതുമ്പോ കരയണം. കരച്ചിൽ വരുന്നില്ലേ? ഫഇല്ലമ തബ്കൂ ഫതബാകൂ. എല്ലാവരും കരയുന്ന ഒരു കാര്യമാണ് ഉസ്താദേ. കച്ചവടം മുഴുവനും തകർന്നു തരിപ്പണമായി. കച്ചവടമില്ല, പൈസയില്ല, പ്രയാസമാ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഞാൻ പറഞ്ഞു തരാ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു വീഴ്ച വരാനുള്ള കാരണമെന്താ? ഇത്രയും വലിയ പ്രയാസം വരാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഖുർആൻ കേട്ടാ പരിഗണിക്കുന്നവരാണോ? അല്ലാഹുവിന്റെ ഖുർആനിനെ നീ ആദരിക്കാറുണ്ടോ? നീ ബഹുമാനിക്കാറുണ്ടോ? അതിന് നൽകേണ്ട സ്ഥാനം നൽകാറുണ്ടോ? നീ ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ അല്ലാഹു എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? നിന്റെ കച്ചവടം അല്ലാഹു തകർത്തല്ലോ. നിന്റെ സാമ്പത്തിക സ്രോതസ് അല്ലാഹു തകർത്തല്ലോ. സാമ്പത്തികമായി മാനസികമായി നീ വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. മെഴുകുതിരി ഉരുകുന്നത് പോലെ നീ ഉരുകുകയാണ്. മെഴുകുതിരി ഉരുകുന്നത് പോലെ നീ ഉരുകുകയാണ്. നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. പെങ്ങളെ, എല്ലാം അല്ലാഹു തന്നിട്ടും നീ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ? നീയൊക്കെ ഖുർആനിന് നൽകേണ്ട സ്ഥാനം നൽകാത്തത് കൊണ്ടാ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അല്ലാഹു പറഞ്ഞതാണ്. ദുനിയാവില് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല, നിന്റെ ദുനിയാവും പോകും, നിന്റെ ആഖിറവും പോകും. പടച്ചവനെ ഖുർആൻ പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ മരിച്ചു നിന്നെ കൊണ്ട് പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് കൊണ്ട് കുടിച്ചിടുമല്ലോ. നാളെ പരലോകത്തേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിന്റെ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുകയാണ്. നീ തന്നെ റബ്ബിനോട് ചോദിക്കുന്ന, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ. ദുനിയാവിൽ ജീവിക്കുമ്പോ കണ്ണ് കാണുമായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു. ഇന്നെന്തു പറ്റി പടച്ചവന്? എന്റെ കണ്ണ് കാണുന്നില്ലല്ലോ, എന്റെ ചെവി കേൾക്കുന്നില്ലല്ലോ. അല്ലാഹു പറയുകയാ, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നീയൊക്കെ അഭിനയിച്ച് നടന്നവരല്ലേ? കാണാത്തവനെ പോലെ, കേൾക്കാത്തവനെ പോലെ പടച്ചവനെ നീ പരിഗണിക്കാതെ നടന്നവനല്ലേ? അതുകൊണ്ടാണ് നിന്നെ അല്ലാഹു ഇന്നിങ്ങനെ ആക്കി കളഞ്ഞത്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, പടച്ചവനെ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു വീട് വെച്ചിട്ട് ആ വീട്ടിലേക്ക് പോകാൻ നിനക്ക് മനസ്സ് വരുന്നില്ല. 10 മണിയായി, 10:30-ആയി, 11 മണിയായി, വീട്ടിൽ പോകുന്നില്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലും കടയോരത്തും നിൽക്കുന്ന ചെറുപ്പക്കാരാ, എന്തേ നിന്റെ വീട്ടില് സമാധാനമില്ല? നിന്റെ വീട്ടില് സന്തോഷമില്ല? നിന്റെ വീട്ടില് റഹ്മത്തില്ല? നിന്റെ വീട്ടില് ബർക്കത്തില്ല? ഭാര്യയും ഭർത്താവും കണ്ടാ തമ്മിലടിയാ. കൂടപ്പറപ്പുകൾ കീരിയും പാമ്പിനെ പോലെ തല്ലുകയാ. പരസ്പരം സ്നേഹമില്ലല്ലോ. പടച്ചവനെ, വീട് നരകമായിരിക്കുകയാണ്. ഒരു വീട് തന്നെ സമാധാനമില്ലാത്ത വീടായിരിക്കുകയാ. വീട് പണിത്, വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഇടം. ഇന്ന് വീട്ടിൽ പോകാൻ തന്നെ നമ്മളിൽ പലർക്കും പേടിയാ. അല്ലാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. എന്തുകൊണ്ട് ഉസ്താദെ, കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുള്ളത് കൊണ്ടാണോ ഇപ്പൊ കന്നിമൂലയെ പിടിച്ച് കിടക്കുക? അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ.
ഉസ്താദെ വാതിൽ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണോ, അടുക്കള ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണോ, ജനൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ, അതെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉസ്താദ് ചോദിക്കുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം ഈമാൻ തരുമാറാകട്ടെ. വീട് വെക്കുന്നതിന് മുമ്പല്ലേ വാപ്പ കന്നിമൂല തരേണ്ടത്, വെച്ചതിന് ശേഷവാ. അതൊക്കെ വിവരമുള്ളവരെ വിളിച്ചു നോക്കണം. അതൊക്കെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ നമ്മുടെ വീട്, ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ വീടുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പ ഉമ്മ കൂടപ്പിറപ്പ് നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു. ആ ഒരു കുടിലിനകത്തുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഇന്ന് നമ്മൾ പണിത വീട്ടിലുണ്ടോ? ഇല്ല. അന്ന് വാപ്പായും ഉമ്മായും എത്ര വഴക്ക് കൂടിയാലും വൈകുന്നേരം ആവുമ്പോ ലോബേഴ്സുകളെ പോലെ നടക്കും വാപ്പായും ഉമ്മായും. കൂടപ്പുറപ്പുകൾ തമ്മിലൊരു സ്നേഹമാണ്. ഇന്ന് ജ്യേഷ്ഠൻ അനുജന് കൂടോത്രം ചെയ്യുന്ന കാലമാണ്. ആലോചിക്കുക, പണ്ട് ഒരു സ്നേഹം. എന്തൊക്കെ നമ്മുടെ പഴയ വീട്, എന്ത് നമ്മുടെ തറവാട്ടിൽ ഇത്ര ബർക്കത്ത് വരാനുള്ള കാരണം എന്താ? അന്ന് കട്ടിലുണ്ടോ, AC റൂമുണ്ടോ, പാവുണ്ടോ, ചിലപ്പോ എന്തെങ്കിലും വിരിച്ചിട്ട് ബംഗാളി കിടക്കണ പോലെ നിരന്നങ്ങിട്ട് കിടക്കും. ചിലർക്ക് പുതയ്ക്കാൻ പുതപ്പുണ്ട്, ചിലർക്ക് ഉടുത്ത മുണ്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നാൽ സ്നേഹം ഉണ്ടായിരുന്നു. കഞ്ഞിയും പയറുവാണെങ്കിലും സന്തോഷം ഉണ്ടായിരുന്നു, വയറ് നിറയുമായിരുന്നു. പക്ഷെ ആദ്യം നമ്മുടെ വീട്ടിലുണ്ടായ ആ ഒരു അനുഗ്രഹം, ആ ഒരു ബർക്കത്ത് ഇന്ന് നമ്മൾ കെട്ടിയ വീട്ടിലില്ല. എന്തേ അതിന്റെ കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയാ. അള്ളാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉമ്മ ഒതുവെടുത്തിട്ട് വരും. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉമ്മ ഒതുവെടുത്തിട്ട് നിസ്കാരമായി വന്നിരിക്കും. എന്നിട്ട് പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതിങ്ങനെ പറയും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, നിസ്കാരം കഴിഞ്ഞു, സുന്നത്ത് നിസ്കരിച്ചു, ഖുർആൻ എടുക്കും. ഉമ്മ ഖുർആൻ എടുക്കും. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, 5 സൂറത്ത് ഓതും. ഉമ്മ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ നിർബന്ധമായിട്ടും ഈ 5 സൂറത്ത് നമ്മുടെ വീട്ടിൽ ഓതുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഭാര്യ 6 മണി കഴിയുമ്പോ ടിവിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് റിമോട്ട് എടുക്കും. എന്നിട്ട് ഏഷ്യനെറ്റ് നിൽക്കും, മഴവിൽ മനോരമ നിൽക്കും, കൈരളി നിൽക്കും, സൂര്യ നിൽക്കും. ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കും. അതാ നിന്റെ വീട് ഇങ്ങനെ ആയത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ പണ്ടൊക്കെ റോഡിൽ കൂടെ നടന്നു പോയാൽ മഗ്രിബിന് ശേഷം ഖുർആൻ ഓതുന്നത് റോഡേ പോകുന്നവന് കേൾക്കാം. ഇന്ന് ചെവിയും പൊത്തിയിട്ട് പോകണം. കാരണം അത്രയ്ക്കും വലിയ ശബ്ദത്തിലാ പാട്ടും സിനിമയും ഇട്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഇവിടെ സൂറത്തുൽ വാഖിയ ഓതിയ കിട്ടുന്ന മഹത്വം അറിയോ? ഞാൻ പറഞ്ഞതല്ലല്ലോ, ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീട്ടിൽ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ, സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ ദാരിദ്ര്യം അള്ളാഹു കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പ പിരിവെടുത്തിട്ടാണോ പെങ്ങളെ കെട്ടിച്ചേ? ലോൺ എടുത്തിട്ടാണോ? അല്ല ചങ്ങാതി, അത് അള്ളാഹ് കൊടുത്തതാ. സൂറത്തുൽ വാഖിഅ ആദ്യം പോയിട്ട് ഭാര്യയോടും മക്കളോടും ഈ സൂറത്ത് പഠിക്കാൻ പറ. അല്ലാതെ റീൽസ് എടുക്കലല്ല. പടച്ചവനെ, ഉമ്മാടെ റീൽസ് എടുക്കുന്നത് മോള്, മോളുടെ റീൽസ് എടുക്കുന്നത് ഉമ്മ. അല്ലാഹു അലം. സൂറത്തുൽ വാഖിഅ പഠിപ്പിക്ക്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമുണ്ടല്ലോ. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സ്വഹാബി ഇബ്നു മസ്ഊദ് തങ്ങൾ, ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് ചെന്നിട്ട് പറയുന്നു, പെമ്മക്കളൊക്കെ ഉണ്ടല്ലോ, നീ ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, ഇന്നാ പൈസ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം. വേണ്ട ഉസ്മാനെ, വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ മക്കൾക്ക്, അത് മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തേ പ്രതിഫലം? എന്തേ പ്രതിഫലം? അത് പള്ളി പറമ്പിൽ പോകുമ്പോൾ അറിയാം ആ 30 ആയത്തിന്റെ പ്രതിഫലം. നബിതങ്ങളുടെ സഹാബി യാത്ര കഴിഞ്ഞു വരുമ്പോ രാത്രി മരുഭൂമിയിൽ തമ്പടിച്ചിട്ട് കിടന്നുറങ്ങി. ഉറങ്ങുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. പിന്നെയും പോയി കിടന്നു, പിന്നെയും കേട്ടു, പിന്നെയും ഇറങ്ങി നോക്കി, ആരെയും കണ്ടില്ല. 3ാമത് സഹാബിക്ക് മനസ്സിലായി, ഞാൻ കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാ, എന്റെ അടിയിൽ ഇരുന്നിട്ടാ ഖുർആൻ ഓതുന്നേ. പേടിച്ചോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടി പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു, അതിനിപ്പോ അത്ഭുതപ്പെടാൻ എന്താ? സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. തങ്ങന്മാര് വരുമ്പോ, ഉസ്താദന്മാര് വരുമ്പോ വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കാൻ എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ്. എന്നാ സൂറത്തുർ റഹ്മാനിന്റെ വീട്ടിൽ പാരായണം ചെയ്യേ, അള്ളാന്റെ മലക്കുകൾ എന്റെ വീട്ടിൽ വരും. ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. സഹാബിയുടെ ചരിത്രം തെളിവാടോ.
ആകാശത്തിൽ നിന്ന് റഹ്മത്തിന്റെ മാലാകമാര് വീട്ടി വന്ന് ദുആ ചെയ്തിട്ട് പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉസ്താദെ ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണം ആഗ്രഹം, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നാൽ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാലോ, ഉംറ ചെയ്യാലോ, എല്ലാ ദിവസവും ഉംറ ചെയ്ത കൂലി കിട്ടുമല്ലോ. സൂറത്തു സജദ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി. സൂറത്തു സജദ ഓതാമല്ലോ. 5 പേജൊന്നും ഇല്ലല്ലോ, ആകെ 2 പേജല്ലേ വരൂ. ആ സൂറത്തു സജദ നീ പാരായണം ചെയ്യുക, ഉംറ ചെയ്ത കൂലി കിട്ടില്ലേ. യാസീൻ, ഉമ്മയും വാപ്പയൊക്കെ രക്ഷപ്പെട്ടത് യാസീൻ ഓതിയിട്ട. ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുക. നിങ്ങളുടെ വീട്ടിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം ഖുർആനിന്റെ കണ്ണുനീരാ. ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട്, ആ വീട്ടുകാർ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ ആ വീട് നശിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ ആ വീട്ടിൽ സമാധാനം കിട്ടുവോ? നിങ്ങൾ പറ, കിട്ടുവോ? ഉറക്കെ പറ, നിങ്ങൾ പറ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ യഥാർത്ഥ പ്രശ്നം എന്താ? ഖുർആന്. ആ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ മാറി, അതൊക്കെ മാറി. ഇന്ന് സീരിയലിന്റെ കാലമാണ്. പണ്ട് പെണ്ണുങ്ങൾ മാത്രമേ സീരിയല് കാണൂ, പണ്ട് ഉമ്മമാര് മാത്രമേ സീരിയല് കാണൂ. ഇപ്പൊ വാപ്പായും ജോഡിക്കിരുന്ന് കാണാറുണ്ട്. സീരിയല് കാണുന്ന വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? അടിച്ചു പൊളിക്കേണ്ട പ്രായത്തൊക്കെ ഇങ്ങനെ നടന്നിട്ട് CC അടച്ച് തീരാറായപ്പോ ഇപ്പൊ ടിവിയുടെ ഫ്രണ്ടിലാണ്. എടാ, വാപ്പ ജീവിക്കേണ്ട കാലത്ത് ജീവിച്ചു അല്ലാഹുവിനെ പേടിച്ചിട്ട്. ഇപ്പൊ 50, 45, 50, 60 വയസ്സായപ്പോ CC അടഞ്ഞിട്ട് മരണം വന്നിരിക്കുന്ന സമയത്ത് ഇപ്പൊ സീരിയല് കണ്ടുകൊണ്ടിരിക്കുക. ഇതാ ഭാര്യയും ഭർത്താവും ഇരുന്ന് കരയും സീരിയല് കണ്ടിട്ട്. ഉമ്മമാര്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, സീരിയല് കണ്ടിട്ട് കരയുകയാ. ആരും അവിടെ തിരുത്തി കൊടുക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രായമുള്ള ഉപ്പമാര്, ഉമ്മമാര്, അല്ലാഹുവേ, പല വീടുകളിലും നടക്കുന്ന സംഭവമാണ്. ഒരുമിച്ചിരുന്ന് സീരിയല് കാണുകയാ, എന്നിട്ട് അവരിരുന്ന് കരയുകയാ. ഭർത്താവ് ഭാര്യയെ തിരുത്തുന്നില്ല, ഭാര്യ ഭർത്താവിനെ തിരുത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ലടോ. പടച്ചവനെ, ഒരാള് മറ്റൊരാളെ നന്നാക്കണമല്ലോ. ഭർത്താവിന്റെ കടമയാണ് ഭാര്യയെ നന്നാക്കല്. ഇന്നത്തെ ഉമ്മമാരും പടച്ചവനെ സീരിയല് കണ്ട് കരയുമ്പോ, ഞാനൊരു ഭാര്യയെയും ഭർത്താവിനെയും നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഞാനൊരു ഭാര്യയെയും ഭർത്താവിനെയും നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഇന്ന് നിങ്ങൾ സീരിയല് കണ്ടിട്ട് കരയുകയാ. ഉമ്മ, പെണ്ണ് അഭിനയിക്കുകയാണ്, അവള് പണത്തിന് വേണ്ടി കരയുകയാണെന്ന് നിനക്കറിയാ. എന്നിട്ടും നീ അത് കണ്ടുകൊണ്ട് കരയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. പടച്ചവനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അല്ലാഹുവേ, വിവാഹം കഴിച്ചിട്ടില്ല. ഒരിക്കൽ റബ്ബിനോട് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ആയത്ത് പാരായണം ചെയ്തപ്പോ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, പടച്ചവനെ ആയത്തുണ്ടല്ലോ, വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗ്ഗത്തിലെ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തെ കുറിച്ചുള്ള ആയത്ത് ഓതിയപ്പോ, റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ എനിക്കൊന്ന് കാണണം തമ്പുരാനെ. കല്യാണം കഴിക്കാത്ത റബിയ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ദുനിയാവിലെ ഭാര്യയല്ല, ദുനിയാവിലെ ഭാര്യയല്ല, എനിക്ക് അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ എന്റെ ഭാര്യ എനിക്കൊന്ന് കാണിച്ചു തരണം തമ്പുരാന്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുമ്പോ സ്വർഗ്ഗത്തിലെ തന്റെ മണവാട്ടിയ സ്വപ്നത്തിലൂടെ റബ്ബ് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാ. പടച്ച റബ്ബേ, പേരും സഹിതം അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതാ റബിയ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. വലിയ പണ്ഡിതനാണ്. റബിയ പോവുകയാണ് തന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യയൊന്ന് കാണാൻ. എന്റെ ഭാര്യ ആരാണ്? സ്വർഗ്ഗത്തിലെ ഭാര്യയെ കാണാൻ അവൾ എന്ത് നന്മയാണ് ചെയ്യുന്നത്? തന്റെ സ്വർഗ്ഗത്തിലെ മണവാട്ടിയെ കാണാൻ ഈജിപ്റ്റ് എന്ന് പറയുന്ന, മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുകയാണ്. റബ്ബേ,
ജനങ്ങളോട് ചോദിക്കുന്നു, മൈമൂന എന്ന് പറയുന്ന മുഴുവനും രാത്രിയിലെ ഇറങ്ങി വരാറുള്ളൂ. മൈമൂനയെ കാണാ പോവുകയാണ്. തന്റെ സ്വർഗത്തിലെ പുതുമണവാട്ടിയെ കാണാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അതാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ മൈമൂന നിസ്കരിക്കുകയാ. മൈമൂന നിസ്കരിക്കുകയാ. പടച്ച റബ്ബേ, റബിയ മാറി നിൽക്കുകയാ. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞോ മുസല്ലയിൽ ഇരിക്കുമ്പോ അവിടുന്ന് വിളിക്കുന്നു, റബിയ എന്നെ കാണാമെന്നതല്ലേ, എന്റെ സ്വർഗത്തിലെ പുതിയ ആപ്പളയല്ലേ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ, വാറബിയ ഒതുവെടുത്തിട്ട് വാറബിയ. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ്. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാ. പടച്ചവനെ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂന പറയുന്ന ഉതുവെടുത്തിട്ട് വരാറ് നിസ്കാരപ്പായിലേക്ക് വന്നിരുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, റബിയ നിങ്ങളൊന്ന് ഖുർആനോത്, നിങ്ങൾ എനിക്കൊന്ന് ഖുർആനോദിത്താ, എനിക്കൊന്ന് ഖുർആൻ ഓദിത്താ. നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് എനിക്ക് കേൾക്കണം റബിയ. പടച്ചവനെ, റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. മനോഹരമായ ശബ്ദത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. ഇങ്ങനെ മൈമൂന കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓതി ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്ത് എത്തുമ്പോ റബിയയുടെ ശബ്ദമിടറുകയാണ്. കൺതടങ്ങൾ നിറയുകയാണ്. ഓതാൻ പറ്റുന്നില്ല. മൈമൂനയുടെ കണ്ണ് നിറയുകയാണ്. രണ്ടുപേരും കരയുകയാണ്. ഖുർആൻ ഓതാ റബിയാന് കഴിയുന്നില്ല. മൈമൂന പറയുന്നു, ഓത് റബിയ, ആയത്തൊന്നുകൂടെ ഓത് റബിയ. റബിയാന് കഴിയുന്നില്ല. മൈമൂന പറഞ്ഞു ഓതാര് ഇന്നലദൈനാ അൻകാലം വജഹീമാ. രണ്ടുപേരും പിടഞ്ഞു താഴെ വീണടോ. സീരിയൽ കണ്ടിട്ടല്ല, സിനിമ കണ്ടിട്ടല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തോതിയപ്പോ മൈമൂന താഴെ വീണോ, റബിയ താഴെ വീണോ. രണ്ടുപേരും താഴെ കിടന്ന് പിടയുകയാണ്. കൈകാലുകൾ വിറയ്ക്കുകയാണ്. മൈമൂന പറയുന്നു, റബിയ ഒന്നുകൂടെ ഓതുവോ റബിയ, ഒന്നുകൂടെ ഓത് റബിയ. എന്റെ സ്വർഗത്തിലെ പുതിയ ആപ്പളയല്ലേ, എനിക്കൊന്ന് കേൾക്കണം റബിയ. മൈമൂന കടന്ന് യാചിക്കുമ്പോ റബിയ മൂന്നാമത് ഓതുകയാണ് ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ. അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തങ്ങ് ഓതുമ്പോ പിടഞ്ഞ് താഴെ വീഴുകയാ. അവിടുന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും. റബിയോട് സലാം പറയുകയാണ്. റബിയോട് സലാം പറയുകയാണ്. അവിടെ കിടന്ന് പിടഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മൈമൂന ലോകത്തോട് യാത്ര പറയുകയാ. പെങ്ങളെ, സീരിയല് കണ്ടിട്ടല്ല കരയേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരയണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരയണേ. അല്ലാതെ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും തീർക്കാനുള്ള ജീവിതം, ഉസ്താദേ ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് പറയുന്നവരുണ്ടല്ലോ, അധികമായി രസിക്കുന്നവരുണ്ടല്ലോ, അധികമായിട്ട് ആസ്വദിക്കുന്നവരുണ്ടല്ലോ, ചിരിക്കുന്ന മുഖവുമായി നടക്കുന്നവരുണ്ടല്ലോ. മോനെ, കുല്ലു മുംരിഇൻ സബ്ബഹു ഫീ അഹ്ലിഹി
والموت ودنا من شراك نعله. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് മുസ്ലിമേ, നിബിധങ്ങൾ പറയുകയാ, നിർത്തുകയാ ഉമ്മ. സീരിയൽ കണ്ട് കരയുന്ന ഉമ്മയ്ക്ക് പറയാൻ പഠിക്കാനൊന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരിക്കൽ നിബിധങ്ങളുടെ സ്വഹാബത്തിന്റെ മുമ്പിൽ വന്നോ, സഹാബികൾ ഖുർആൻ ഓതുകയാണ്. നിബിധങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓദിത്താ സഹാബ, ഏത് സൂറത്ത് ഓതണം നബിയേ, ഏത് സൂറത്ത് ഓതണം നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സൂറത്തു തകാസുർ പാരായണം ചെയ്യാൻ. സ്വഹാബി ഓതുമ്പോ നിബിധങ്ങൾ കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ കരയുകയാണ്. സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചു, സഹാബാ, നിങ്ങളാരും കരയാത്തതെന്തേ സഹാബാ? കരച്ചിൽ വരുന്നില്ല നബിയേ, കരയാൻ പറ്റുന്നില്ല നബിയേ. ഓത് സഹാബാ. രണ്ടാമത് മോദി നബി തങ്ങളെ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്തു കൂടെ കരഞ്ഞു. ഓതി കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചിൽ വരുന്നില്ല നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, കരയണം സഹാബാ. ഈ സൂറത്ത് ഓതുമ്പോ കരയണം. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാ, ഇത് ഓതുമ്പോ കരയണം. കരച്ചിൽ വരുന്നില്ലേ? ഫഇല്ലമ തബ്കൂ ഫതബാകൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ മുഴുവനും പത്രത്തിൽ കൊടുത്തത് പോരാ. ഒരു കവി പറഞ്ഞതുപോലെ, ഹല്ലക സിർറുൻ ഇൻദല്ലാഹ് ബൈനക ബൈനക അൻത വബൈനല്ലാഹ്. ഹല്ലക സദഖാതുൻ തഖഫാ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാ. പക്ഷേ നീ ചെയ്യുന്ന നന്മകൾ മുഴുവനും നാട്ടുകാർക്കറിയാ, കുടുംബക്കാർക്കറിയാ, കൂട്ടുകാർക്കറിയാ. നീ എന്ത് ചെയ്താലും ഈ നാട്ടുകാർക്ക് മുഴുവനും നീ ചെയ്യുന്ന നന്മയറിയാ. അതിൽ കാര്യമില്ലടോ, അതിൽ കാര്യമില്ലടോ. ഞാൻ പറയുന്നത്, നീ ഒരു നന്മ ചെയ്യ്, അതാരും അറിയരുത്. നീയും അമ്മയുമല്ലാതെ വേറെ ആരും അറിയാത്ത ഒരു നന്മ ചെയ്യ്. നിന്റെ ഭാര്യ അറിയരുത്, നിന്റെ മക്കൾ അറിയരുത്, നിന്റെ കൂട്ടുകാരറിയരുത്. ഒരാളും അറിയാത്ത എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. ഒരാളും അറിയാത്ത ഒരു നന്മ പറഞ്ഞു തരട്ടെ. ഏത് നന്മയെന്നറിയുവോ? അതാ കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആരും കാണാതെ ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ഒരാളും അറിയില്ലടോ, ഒരാളും അറിയില്ലടോ. കൂടെ കിടക്കുന്ന ഭാര്യ അറിയണമെന്നില്ല, വീടിനകത്ത് കിടക്കുന്ന മക്കൾ അറിയണമെന്നില്ല. ആരും കാണാതെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ പാപ്പാ? ഒരാളെ കാണോ? നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ച പള്ളിയിൽ വരുന്നവര് മുഴുവനും കാണുമല്ലോ. എങ്കിലും പാതിരാത്രി നീ എഴുന്നേറ്റ് നിസ്കരിച്ച ഒരാളെ കാണൂ. കാണുന്നതവൻ അല്ലാഹുവാ. ഒന്നാം ആകാശത്തിൽ വന്നിട്ട് പടച്ചവന് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാ. ആ സമയത്ത് നീ എഴുന്നേറ്റ് നിസ്കരിച്ച മാത്രമേ കാണൂ, മാത്രമേ കാണൂ. പടച്ചവനെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ നിസ്കരിക്കുന്നവരില്ല. ഇരിക്കുന്ന ആയിരക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ. നിങ്ങളിൽ എത്ര പേരാടോ അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്? എല്ലാവർക്കും കഴിയില്ല. പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും. എന്നാ രാത്രി 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കണോ? അത് ഒരാൾക്കേ കഴിയോ, അത് ഒരാൾക്കേ കഴിയോ. അതാരെന്നറിയുവോ? ഈ ലോകത്ത്
ലോകത്തിന്റെ അധിപനായ അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതിന് അല്ലാഹ് ഇഷ്ടപ്പെടണം, അതിന് അല്ലാഹ് ഇഷ്ടപ്പെടണം. ഒരാൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിന് ഇഷ്ടമുണ്ടോ തിരിച്ചറിയാനുള്ള അടയാളം അവൻ തന്റെ ഭാര്യയുടെ കൂടെ വിരിപ്പിനകത്ത് കിടന്നുറങ്ങുമ്പോ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ ബാപ്പാ? നിന്റെ ഭാര്യക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്റെ മക്കൾക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്റെ നാട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ല, നീ പരിഗണിക്കണ്ട. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, രണ്ടുപേരുടെ തല ഉയർന്നു നിൽക്കുകയാണ്, രണ്ടുപേരുടെ തല ഉയർന്നു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പരലോകത്തിലെ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന രണ്ടുപേരുണ്ട്. അതിലെ ഒന്നാമത്തെ മനുഷ്യനാരാ? അതിലെ ഒന്നാമത്തെ മനുഷ്യനാരാ? പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവരുടെ തല ഉയർന്നു നിൽക്കുകയാണ്. അവിടെയാണ് നീ VIP, അവിടെയാണ് എല്ലാവരും അറിയുന്നത്, ദുനിയാവിൽ ആരും അറിയില്ല. എന്നാൽ ആദം നബി മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, പഠിച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകർ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കള്, സ്വഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിദീങ്ങൾ, ആലിമീങ്ങൾ, അബ്ദീങ്ങൾ, സ്വാലിഹീങ്ങൾ, നിന്റെ ബാപ്പാ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, കോടാനി 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 വരുന്ന ജനങ്ങൾ നിൽക്കുമ്പോ അവിടെ തല ഉയർത്തി നിൽക്കുകയോ, അവിടെ തല ഉയർത്തി നിൽക്കുകയാ. ആരാണെന്നറിയോ? അതിരാത്രി 4 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുവെടുത്തിട്ട് ഇരുട്ടുള്ള റൂമിനകത്തിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിന്റെ തല ഉയർന്നു നിൽക്കുമടാ. അത് മാത്രമല്ല, നീ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, അല്ലാഹു വിചാരണ ചെയ്യില്ല. നിന്റെ ഹിസാബ് യസീറയാവുകയാ, നിനക്ക് വിചാരണയില്ലടോ. അല്ലാഹു പറയും, പോകടാ, പാതിരാത്രി എഴുന്നേറ്റിട്ട് എന്നെ ഓർത്തവന് ഇന്ന് നിനക്ക് ഞാൻ സ്വർഗം തരികയാണ്, സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ഈ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, എന്തെങ്കിലും ഒരു നന്മ ചെയ്യടോ, ആരും അറിയാത്ത ഒരു നന്മ ചെയ്യടോ. അതുകൊണ്ട് പടച്ച റബ്ബിനെ കാണണോ, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. നല്ല കാര്യങ്ങൾ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ തല ഉയർത്തി നിൽക്കുന്നത് 2 വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ഒരാളും പരിഗണിക്കാത്ത, വലിയ പരിഗണന കൊടുക്കാത്ത, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ആദരിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, അതനുസരിച്ച് ജീവിക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അവർക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ അവസരമുണ്ടെന്ന് നബി തങ്ങൾ പറയുമ്പോ, വഅദ് കേൾക്കാമെന്നവരെ നമുക്ക് ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന എല്ലാവരും ഖുർആനിനെ ആദരിക്കുന്ന എത്ര
പേരുണ്ട്, ബഹുമാനിക്കുന്ന എത്ര പേരുണ്ട്, അതിനെ പരിഗണിക്കുന്ന എത്ര പേരുണ്ട്, അതിന് നൽകേണ്ട സ്ഥാനം കൊടുക്കുന്ന എത്ര പേരുണ്ട്. വീടിന്റെ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുകയാണ് ഖുർആൻ. അതാരെങ്കിലും മരിക്കുമ്പോ എടുക്കാനുള്ള ഗ്രന്ഥമായി മാറിയല്ലോ. പടച്ചവനെ ആദരിക്കാറില്ല, ബഹുമാനിക്കാറില്ല. പെങ്ങളെ അറിയാഞ്ഞിട്ടാണ്. നിനക്കൊന്നും ഇതുവരെ അള്ളാന്റെ കലാമ് തിരിഞ്ഞിട്ടില്ല. ആ ഖുർആനിനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം ആ ഖുർആനിന്റെ മഹത്വം എന്തെന്നറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാണ് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് പടച്ചവനെ അള്ളാഹ് ഖുർആനിനെ ഇറക്കിയിരുന്നതെങ്കിൽ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ച് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും അവിടെ നിന്ന് ധൂളികളായി പോകുമായിരുന്നു. ആ ഖുർആൻ വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ഖുർആനിനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ് അതിന് നമ്മൾ ഇന്ന് നിസാരമാക്കുകയാണ്. നീ പറയുന്നത് പിരിക്കാനുള്ളതാണ് ഖുർആൻ എന്ന് നീ കരുതിയെങ്കിൽ, ഇല്ല സഹോദരാ, ഇല്ല സഹോദരാ. വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, പരിശുദ്ധമായ ഖുർആൻ ഇല്ലാത്ത വീടുകളില്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട്. ആരുടെയൊക്കെ വീട്ടിലാണ്? എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ട്. ഖുർആൻ ഇല്ലാത്ത വീടില്ല. വീട്ടിലും ഖുർആനുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇരിക്കണ എല്ലാവർക്കും ഒരു പരാതി ഉണ്ടല്ലോ. എന്താ പരാതി? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചു, സുഖമാണോ? സുഖമാണോ എന്ന് ചോദിച്ചപ്പോ പല വാക്കുകളാ പറഞ്ഞത്. ഈ ചങ്ങായിമാരോട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഒന്നുമില്ല ഉസ്താദ്, എല്ലാം പോയി. ഉസ്താദെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഇരിക്കണ കാക്കാനോട് ചോദിക്കുക, നിനക്ക് നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, നിനക്ക് പണമുണ്ട്, കീറിക്കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, കൂടെ കിടക്കാൻ ഭാര്യയുണ്ട്, സന്തോഷിക്കാൻ മക്കളുണ്ട്. അല്ലാഹ് നിനക്കെല്ലാം തന്നിട്ടുണ്ട്. തിന്നാനും കുടിക്കാനും ധരിക്കാനും സുഖിക്കാനും അല്ലാഹ് എല്ലാം നിനക്ക് തന്നു. എന്നിട്ട് നീ പറയുന്നില്ലേ മരിച്ചാ മതി പടച്ചവനെ? എല്ലാം അല്ലാഹ് നിനക്ക് തന്നിട്ടും നീ എന്താ പറയണത്? മരിച്ചാ മതിയായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു ഉസ്താദേ, മടുത്തു ജീവിതം. പെണ്ണുങ്ങൾക്ക് സ്വർണവും ധരിക്കാനും കിടക്കാനും കുടിക്കാനും അല്ലാഹ് എല്ലാം കൊടുത്തു. എന്നിട്ടും പറയാ മക്കളെ ഓർത്തിട്ടാ ഉസ്താദെ, ഇല്ലെങ്കിൽ ഞാൻ എന്നേ പോയേനെ, ഊട്ടിയിലല്ല കേട്ടോ. എന്റെ മക്കളെ ഓർത്തിട്ടാ, ആഖിറം നഷ്ടപ്പെടുമെന്നുള്ള ഭയമില്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ പാനി കയറി തൂങ്ങിയേനെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ സർവ്വതും പോയല്ലോ. പണ്ട് നല്ല കച്ചവടമായിരുന്നു, കടയിലൊക്കെ നല്ല കച്ചവടവും ലാഭമൊക്കെ ആയിരുന്നു, നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി.